ഈ മന്ത്രിയുടെ പെരുമാറ്റത്തിൽ സർക്കാരിന് ഒരു പ്രത്യേകതയും തോന്നില്ലേ? ആരാണ് ജാതി മതം നോക്കി സർക്കാരിനെ വരട്ടിയത്? ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ സ്കൂളുകളിൽ മാത്രമാണോ ഈ വിഷയമുള്ളത്? ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിൽ കുടുങ്ങിയ 16,000 അധ്യാപകരെല്ലാം ക്രൈസ്തവരാണോ? അവർ പഠിപ്പിക്കുന്ന 10,000-കണക്കിന് വിദ്യാർത്ഥികളെല്ലാം ക്രൈസ്തവരാണോ? ഇതൊന്നും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് എന്തെങ്കിലും ജാതിമത ധ്രുവീകരണമാണോ ലക്ഷ്യം? LDF-നെതിരെ എല്ലാ കാലവും നിലപാടെടുത്തിരുന്നവരാണ് ഇപ്പോൾ സമരവുമായി രംഗത്തെത്തിയതത്രേ. ക്രൈസ്തവ സഭകളുടേത് ഉൾപ്പെടെയുള്ള എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകളും 16,000 വരുന്ന അധ്യാപകരും അവരുടെ കുടുംബാംഗങ്ങളും ഈ അനീതിക്കെതിരെ പ്രതികരിക്കുന്നവരും LDF-നെതിരെ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമായിരുന്നോ? അതോ ഇനി LDF-നെതിരെ നിലപാടെടുത്താൽ അധ്യാപകരെ ദ്രോഹിച്ചാണെങ്കിലും സമുദായത്തെ ഒരു പാഠം പഠിപ്പിക്കാമെന്നാണെങ്കിൽ അത് തുറന്നു പറയണം. അധ്യാപകരെ സ്ഥിരപ്പെടുത്തിയാൽ സർക്കാരിനുണ്ടാകുന്ന അധിക ചെലവാണ് പ്രശ്നമെങ്കിൽ അതിനുള്ള സാമ്പത്തിക ഭദ്രത ഇല്ലെങ്കിൽ മാനേജ്മെന്റുകൾ കോടതിയിൽ പോയാൽ ഈ വിഷയം നീട്ടിക്കൊണ്ടു പോകാമെന്നാണെങ്കിൽ അതും പറയണം. മന്ത്രി വി ശിവൻകുട്ടിയുടെ വർഗീയ ആരോപണത്തെ പേടിച്ച് കേരളം കണ്ട ഏറ്റവും വലിയ കെടുകാര്യസ്ഥതയും അനീതിയും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഈ അധ്യാപകരുടെയും ആശമാരുടെയും കണ്ണീർ നിങ്ങളെ വേട്ടയാടില്ലെന്നാണോ കരുതുന്നത്?